പനിയൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ എന്തൊക്കെയൊക്കെയോ കഴിക്കാൻ ഭയങ്കര പൂതിയിട്ടോ. അപ്പം ഞാൻ ഫ്രിഡ്ജിനകത്ത് നേരത്തെ മേടിച്ച് വെച്ച വെജ് നഗറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് ഫ്രൈ ചെയ്യുവാണ്. കുറേ ദിവസം കൊണ്ട് ഭക്ഷണം പോലും വേണ്ടിയിരുന്നില്ല കേട്ടോ. വായ്ക്ക് ഭയങ്കര കയപ്പൊക്കെ ആയിരുന്നു, ഒന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല, ഇപ്പം മഴയും തുടങ്ങി, ഉച്ചയ്ക്കുള്ള ഉറക്കവും കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെയൊക്കെയോ നാട്ടിലത്തെ കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയൊക്കെയോ എണ്ണക്കടികളൊക്കെ കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വെജ് നഗറ്റ്സ് എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും കൂടെ 4 മണിക്ക് അതായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിക്ക് ചപ്പാത്തിയും ഉച്ചത്തെ പയറ് കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാ പെട്ടെന്ന് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ചുള്ള ഒരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി കണ്ടു കഴിഞ്ഞാൽ തന്നെ ചിരി വരും. കാരണം നമ്മൾ കുറേ വർഷം കൊണ്ട് നോർത്ത് ഇന്ത്യയിലാണ്, എന്നിട്ട് പോലും ഞാൻ ഇന്ന് വരെ ചപ്പാത്തി എന്ന് വെച്ചാൽ അവരുണ്ടാക്കുന്ന പോലെ വൃത്തിയിൽ ഷേപ്പിലായിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഞാൻ എപ്പോഴാണാവോ ഞാൻ വൃത്തിയിലൊരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ അവർ കുഴയ്ക്കുന്ന ആ ഒരു സ്റ്റൈലും പിന്നെ ആ ഒരു എന്താ പറയുക, അവർ നന്നായി ടൈറ്റായിട്ട് മാവ് കുഴച്ചെടുക്കും കേട്ടോ. അവർ പരത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അവർ പരത്തിയെടുക്കുക. നമ്മളെപ്പോലെ കുറേ ഇട്ട് അങ്ങോട്ട് പരത്തേണ്ട ആവശ്യമൊന്നും അവർക്ക് വരാറില്ല. അവർ സിമ്പിളായി പരത്തിയെടുക്കും. അതുമാത്രമല്ല അവർ എന്താ പറയുക, പരത്തി ചുട്ടെടുത്തതിന് ശേഷം ഗ്യാസിലും കൂടി ഇട്ട് ബർണറിലും കൂടി ഇട്ടിട്ടൊന്ന് ചുട്ടെടുക്കും കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ റൗണ്ടിൽ കിട്ടുമേ. അതുമാത്രമല്ല അവർ ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റ് റൗണ്ടിൽ തന്നെയാണ് കിട്ടാറ്. നമുക്ക് മാത്രം എന്തായാലും അങ്ങനെ എന്ന് വെച്ചാൽ വൃത്തിയിലൊന്നും കിട്ടാത്തത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും മാവ് കറക്റ്റായിട്ടായിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള മാവൊക്കെ ആണെങ്കിൽ എനിക്ക് ഇടയ്ക്കൊന്ന് നല്ല ഷേപ്പിലൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ പക്കാ ഫ്ലോപ്പ് ആയിരിക്കും, 1-2 നന്നായിട്ട് കിട്ടും. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം. വല്ല നോർത്ത് ഇന്ത്യൻ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഞാൻ പതുക്കെ സമയമെടുത്ത് മാത്രമേ പരത്തുള്ളൂ കേട്ടോ. നന്നായി പരത്തി കറക്റ്റ് ഷേപ്പിലൊക്കെ ആക്കി ചുട്ടെടുത്തിട്ട് കൊടുക്കുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒന്നാമതൊരു തടിതപ്പിയ ഒരു ഫീലും ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ ചപ്പാത്തീൻ്റെ ഷേപ്പ് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ കഷ്ടപ്പെട്ട് മെനക്കെട്ടി എടുത്തു കഴിഞ്ഞാൽ ഇത്രയ്ക്കുള്ള ഷേപ്പൊക്കെ വരാറുള്ളൂ കേട്ടോ. അതും പകുതിയും ചിലപ്പോൾ കരിഞ്ഞും പോവാറുണ്ട്. നോർത്ത് ഇന്ത്യക്കാരെ ഇഡലി ഉണ്ടാക്കുന്ന സമയത്ത് അവർ എന്നോടും പറയാറുണ്ട് കേട്ടോ, നമ്മൾ ഉണ്ടാക്കുന്ന പോലെ അവർക്ക് ഉണ്ടാക്കാൻ കിട്ടാറില്ല എന്ന്. നമ്മൾ സൗത്ത് ഇന്ത്യക്കാരുണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും അവരുടെ ഇഡലിക്ക് വരാറില്ല എന്ന്. അതെന്താണ് അതുപോലെ അങ്ങനെ?